കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ വന്നിരിക്കും. വിഷ്ണു, അവൾ ഉണ്ടാക്കിയ പ്രശ്നം അവള് തന്നെ പരിഹരിക്കട്ടെ. അവൾ എങ്ങോട്ടാവും പോയത്? ഹോസ്പിറ്റലിലേക്ക് തന്നെയാവും. സുരഭിയോട് തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞു ജയകുമാർ ഡോക്ടർ. തിയേറ്ററിൽ എന്താ ആളില്ലേ? ഉള്ളവരെല്ലാം ജൂനിയേഴ്സാ സുരഭി. എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു ഡോക്ടർ. ഞാൻ തിയേറ്ററിലേക്ക് വന്ന ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും സുമേ? അതൊന്നും എനിക്കറിയില്ല. ഡോക്ടർ പറയാൻ പറഞ്ഞു, ഞാൻ അറിയിച്ചു എന്ന് മാത്രം. നാശം പിടിക്കാനുണ്ട്. ഇവളെന്താ ഫോൺ എടുക്കാത്തെ? ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട്. നീ എന്തിനാ എന്റെ ഫോൺ എടുത്തേ? ആരെയും സുരഭി? ആ, അങ്ങനെ പലരും ഉണ്ടാവും. അതൊക്കെ എന്തിനാ നീ അന്വേഷിക്കുന്നേ? അതെ, അതങ്ങനെ തന്നെയാവും. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് പോവോ? ഓ, ബാലേന്ദ്ര, 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 എന്താളിയാ? നീ വന്നേ. എന്താ കാര്യം? നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അതെന്തിനാന്നാ ചോദിച്ചത്? ഇത് കണ്ടോ? അയ്യോ, അളിയ നേരത്തെ പറയണ്ടേ? അയ്യോ, സാധനം മിലിറ്ററി ആണല്ലോ. അളിയത് എവിടെ നിന്ന് സംഘടിപ്പിച്ച്? കാശ് കൊടുത്ത് തന്നെ വാങ്ങിയതാടാ. കൊറേ വില വരും. കള്ള് കണ്ട പഴയതെല്ലാം മറന്ന് കമിഴ്ന്ന് വീഴും. എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെ. നിക്ക്. ഗ്ലാസും ടച്ചിങ്സും ഒക്കെ എടുത്തോണ്ട് വരാൻ നിന്റെ ചേച്ചിയോട് പറ. ചേച്ചി, അളിയും പറഞ്ഞ കേട്ടില്ലേ? ഇത് കള്ള് ഷാപ്പല്ല. ഞാൻ ഇവിടുത്തെ കറിക്കാരിയുമല്ല. ശരി, പഴയതുപോലെ ഒത്തൊരുമയായിട്ട് പോകാനാണ് ഞാൻ നോക്കുന്നത്. ചേച്ചിയോടെ പറഞ്ഞ എടുത്തോണ്ടേ. ആ ചിക്കൻ ഫ്രൈ കൂടെ എടുത്തോ, ടച്ചിങ്സ് ആയിട്ട്. ആളിയെ ഞങ്ങളോടൊക്കെ പിണങ്ങിന്ന് കരുതി ഇരിക്കായിരുന്നു ഞാൻ എന്തിനാടാ നിങ്ങളോടൊക്കെ പിണങ്ങുന്നേ? അല്ല, ഉപ്പുമാവിന് പകരം പൂഴി മണ്ണ് വിളമ്പിയ ഏത് മനുഷ്യനും ദേഷ്യം വരും. സത്യം പറയാലോ, എന്റെ ചേച്ചിയുടെ കുരുട്ട് ബുദ്ധിയായിരുന്നത്. ഞാൻ 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. ആണോ? ആ, സത്യം. ചേച്ചിയെ പോലല്ല കേട്ടോ, എന്റെതേ നല്ല തെളിഞ്ഞ മനസ്സാ. അതെനിക്ക് അറിയില്ലടാ. അതല്ലേ ഞാൻ നിന്നോട് പിണങ്ങാത്തത്. ചക്കരളിയെ. എന്നാലും
ആളിയാൻ കാറും ബൈക്കും ഒക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കങ്ങ് വിഷമം തോന്നി. അതല്ല ചങ്ങ് തട്ടി. അതൊക്കെ പോട്ടടാ പൊട്ടിച്ചോടി. ആ നിങ്ങൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോ ഞാനൊരു ഓളത്തിന് പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനത് അപ്പോഴേ ചേച്ചിയോട് പറഞ്ഞു. ആളിന്റെ ശുദ്ധ മനസ്സാന്ന്. പീഡിപ്പീരടാ. രാജേശ്വരി, നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? ഡേ, അലമാരയിൽ വൈൻ ഇരിപ്പുണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട. പഴയതൊക്കെ മറക്ക ചേച്ചി. ഇന്നെനിക്ക് ആഘോഷിക്കാനുള്ള ദിവസം, എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. ഇന്ന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ ഗോപാലകൃഷ്ണൻ തരും. അതെന്താടാ അത്രയും സന്തോഷത്തിന് കാരണം? എന്റെ മകൾ ശാലിനി സിവിൽ സർവീസ് മെയിൻ എക്സാം പാസ്സായി. അവള് ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങും. അത് കൊള്ളാം. അയാളുടെ മറ്റവളുടെ മകള് IAS പരീക്ഷ പാസ്സായതിന് അവൻ കണ്ണു നോക്കാൻ നിൽക്കുന്നു. ഇയാള് സന്തോഷമായി വന്ന് വിളിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇതിലെന്തോ കെണിയുണ്ടെന്ന്. ചേച്ചി ഒരു പെക്കൂടെ കഴിച്ചിട്ട് സാധനം മിലിറ്ററിയാ. അങ്ങോട്ട് അവന്റെ ഒരു മിലിറ്ററി. ചേച്ചി ചേച്ചി ഒരെണ്ണം കൂടെ. ചേച്ചി നടക്കടാ, കേറിപ്പോടാ. മക്കളെ, ഇത്രയും കാലം നിങ്ങളെ തഴഞ്ഞതിന്, കാണാമറയത്തിരുന്ന് നിങ്ങളെ ദ്രോഹിച്ചതിന് ഒരച്ഛൻ സ്വയം ഏറ്റുവാങ്ങുന്ന ശിക്ഷയാ ഇതൊക്കെ. ശാലിനി, നീ ജില്ലാ കളക്ടറുടെ ബോർഡ് വെച്ച കാറിൽ വരുമ്പോ ദൂരെ നിന്നുപോലും അത് കാണാനുള്ള യോഗ്യത ഈ അച്ഛനില്ല. മനസ്സുകൊണ്ട് മാപ്പിരക്കയ ശാരദേ ഞാൻ നിന്നോടും 1000 വട്ടം. ഇവിടുത്തെ നടു കൊടുക്കുന്ന ജോലി വിട്ടിട്ട് എത്രയും പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു. എന്താടി കോൾ അറ്റൻഡ് ചെയ്യാത്തെ? ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നടി. നാശം. എന്താടി ഇത്ര അത്യാവശ്യം? ശാലിനി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആരെ ഈ ശാലിനി? ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഓ, എനിക്കങ്ങനെ പേടിക്കാനൊന്നുമില്ലടി. എന്റെ സേഫ് സൈഡ് നോക്കി തന്നെയാ ഞാൻ ചെയ്തത്. ആ റിപ്പോർട്ട് കള്ളമാണെന്ന് തെളിയിക്കണമെങ്കിലേ ഇത്തിരി പാടുപെടും. സിസ്റ്റർ, ഇവിടെ സുരഭി എന്ന പേരുള്ള ഒരു നേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലോ. നേരെ പോയി റൈറ്റ്ലേ റൂം. ആ, താങ്ക് യു. ഹോസ്പിറ്റലിന്റെ ലെറ്റർ പാഡിൽ ഇവിടുത്തെ സിസ്റ്റം ഉപയോഗിച്ച് തന്നെയാ ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അതില് ലാബ് ടെക്നീഷ്യന്റെയും ഡോക്ടറിന്റെ എല്ലാം ഒപ്പുണ്ട്. നമ്മൾ കൊടുക്കുന്നതൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് അവർ ഒപ്പിടുന്നത്. പോരെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒറിജിനൽ സീലും ഉണ്ട്. ഞാൻ സേഫാ. അപ്പോ ഒറിജിനൽ റിപ്പോർട്ട്? ആ, അതെന്റെ ടേബിളിൽ തന്നെ ഉണ്ട്. എന്ത് ബുദ്ധിമോശാടി. അത് വലിച്ചു കയറി കളഞ്ഞിട്ട് നീ എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. എടി, എനിക്ക് പണം തരാതെ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും നമ്പറാണോ? പണമൊക്കെ നിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഈ പറഞ്ഞ ശാലിനി നിനക്ക് അറിയാത്തോണ്ടാ നീ ഇത്ര ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നെ. മുടിനാരിഴ കീറി അവള് സത്യം തെളിയിക്കും എന്ന് പറയാൻ ഈ ശാലിനി ആരാ? CBI-യോ? പറയുന്നൊന്ന് കേൾക്കടി പ്ലീസ്. നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുക്കാം. അതാ നല്ലത്. ഇവള് തന്നെയാണോ ആ ശാലിനി? ഇവളല്ലേ അന്ന് പ്രീതിയുടെ കൂടെ വന്നത്?
ഞാനെന്തിനാ പേടിക്കുന്നത്? ഇവളൊന്നും കേട്ടിട്ടുണ്ടാവാൻ വഴിയില്ല. എന്താ? ആരാടി നീ? എന്തിനാ നീ എന്നെ അടിച്ചത്? നിനക്കറിയില്ല അല്ലേ? എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഇവിടെ നേരെ കയറി വന്ന് എന്നെ അടിക്കുമായിരുന്നു. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഏജന്റ് ആയിരിക്കും. പോലീസിനെ വിളിക്കൂ സുരഭി. ഇവളെ ഇവിടുന്ന് വിടാൻ പാടില്ല. അതെ അതെ, പോലീസ് വരട്ടെ. ഹോസ്പിറ്റലിൽ കയറി നേഴ്സിനെ അടിക്കുക? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ശരി, പോലീസ് വരട്ടെ. അവര് വന്നിട്ട് തീരുമാനിക്കട്ടെ ആരെയാ ജയിലിലേക്ക് അയക്കേണ്ടതെന്ന്. വേണ്ട, പോലീസ് വേണ്ട. അതെന്താ? ഞങ്ങള് ഫ്രണ്ട്സാ. ഇത് ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ വിഷയാ. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം. അത് നേരത്തെ പറയണ്ടേ? അത് ഇവിടെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ പൊയ്ക്കോ. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ശാലിനി പ്ലീസ്, നമുക്ക് സംസാരിക്കാം. അത് പോലീസിന് മുന്നിൽ വെച്ചായിക്കോട്ടെ. വേണ്ട ശാലിനി പ്ലീസ്. എങ്കിൽ ആദ്യം പ്രീതിയുടെ ഒറിജിനൽ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കും. ഇനി നീ വരണം, ഞാൻ പറയുന്നിടത്തേക്ക്. ശാലിനി, അത് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. ശരി, ഞാൻ വരാം. എന്നാ വാ. ഞാൻ വരണമെന്ന് നിർബന്ധമാണോ ശാലിനി? നീ വരണമെന്ന് യാതൊരു നിർബന്ധവും. പക്ഷേ ഈ ഓട്ടോ ഇനി പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും. എന്താ? ചേട്ടാ, വണ്ടി എടുക്ക. ഒരു മണിക്കൂർ സമയ ഞാൻ ശാലിനിക്ക് കൊടുത്തത്. അതിനുള്ളിൽ അവൾ എന്ത് മലമറിക്കാനാ? ദേ, ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു മിനിറ്റാ. അത് കഴിഞ്ഞാലുള്ള കാര്യം അറിയാലോ. ചേട്ടാ, ഇങ്ങോട്ട് വാടി. ഇവളോ? ഇവള് ശാലിനിയുടെ കയ്യിൽ പോയി വീണോ? അവള് വന്ന് എല്ലാം പറഞ്ഞ ഞാൻ തീർന്നു. പറഞ്ഞ സമയത്തിന് മുമ്പ് എന്നെ ശാലിനി എത്തി. അവളെന്താ മലമറിക്കാൻ പോകുന്നൂടി ഞാനൊന്ന് കാണട്ടെ.
ഇവളല്ലേ ആന്റിക്ക് പ്രീതിയുടെ DNA ടെസ്റ്റ് റിപ്പോർട്ട് തന്നത്? അതിനെന്താ? ഇവളിവളുടെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്? ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവൾക്കിപ്പോ ഇവിടെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇതാ പ്രീതിയുടെ ശരിക്കുള്ള DNA ടെസ്റ്റ് റിപ്പോർട്ട്. നോക്കണം പ്രീതിയുടെ കുഞ്ഞിന്റെ അച്ഛൻ അർജുനേട്ടൻ തന്നെയാണോന്ന്. പ്രീതിയുടെ കുഞ്ഞിന്റെ അച്ഛൻ അർജുനേട്ടൻ തന്നെയാണെന്ന് തെളിയിക്കാൻ ഒരു ടെസ്റ്റിന്റെ ആവശ്യമില്ല. പക്ഷേ ആന്റിയുടെ മനസ്സിലുള്ള സംശയത്തിന്റെ അവസാന കണികയും കൂടി തുടച്ചു നീക്കാന് ഞാൻ സത്യാമ്മയെ അപമാനിക്കാനോ എനിക്കെന്തെങ്കിലും നേട്ടത്തിനോ വേണ്ടി ആയിരുന്നില്ല. പ്രീതിയുടെ ഒറിജിനൽ ടെസ്റ്റ് റിപ്പോർട്ട് സംശയമുള്ള ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. ആന്റി പറഞ്ഞത് സത്യം തന്നെയാ. ശാസ്ത്രം കള്ളം പറയില്ല. ലോകത്ത് ആർക്കും ഇനി പ്രീതിക്ക് നേരെ സംശയത്തിന്റെ ചെറുവിരൽ ചൂണ്ടാനാവില്ല. മോളെ പിന്നെ റിസൾട്ട് എങ്ങനെയാ മാറിയത്? അതിനുള്ള മറുപടി ഇങ്ങോട്ട് നിൽക്ക. ഇവള് പറയും. പറയല്ലേടി. പറയടി. പറയാൻ. റിപ്പോർട്ട് മാറ്റിയത്. മാറ്റിയെന്നോ? ആര്? പറയാൻ. എന്റെ മകളുടെ ജീവിതം തന്നെ തകർക്കുമായിരുന്നു ഈ നീച കൃത്യം. ആരാ നിന്നെ കൊണ്ട് ചെയ്യിച്ചത്? അമ്മ മാറി ഇവിടെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. ഒരു പെൺകുട്ടിയുടെ മേൽ കൈവെക്കാൻ പാടില്ല. നീ പറയില്ല അല്ലേ? നിന്നെ കൊണ്ട് പറയിക്കാൻ എനിക്കറിയാവടി. പറഞ്ഞു നീ. പ്രീതിയുടെ DNA ടെസ്റ്റ് റിസൾട്ട് കള്ളമാണെന്ന് തെളിഞ്ഞില്ലെങ്കിൽ ശാലിനിക്ക് വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നതാ ഈ ഒരു ബുള്ളറ്റ്. അതിനു പകരം നീ ഇവിടെ വീഴണ്ടാന്നുണ്ടെങ്കിൽ പറ. അവള് പറയും. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പോലും ഒരു പഴുതില്ലല്ലോ. പോകാൻ ഒരുങ്ങിക്കോ നീ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക്. ഞാൻ പറയാം. പറ. എനിക്ക് പറ്റിയൊരു തെറ്റാത്.
കാര്യം പറയടി.